ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജു പ്രഭ. രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനം 7.4%-ലെത്തുമെന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ട്. 6.8-നും 7.2-നും ഇടയിലായിരിക്കും 2027 സാമ്പത്തിക വർഷത്തെ വളർച്ചാ നിരക്കെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ്ഘടന കരുത്ത് നിലനിർത്തിയിട്ടുണ്ട്. അനുകൂല കാലാവസ്ഥയെ തുടർന്ന് കൃഷി അനുബന്ധ മേഖലകളിൽ 3.1% വളർച്ചയാണ് കണക്കാക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകരെ നിയമിച്ചു. പശ്ചിമബംഗാളിൽ നിന്നുള്ള 25 മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഇതിനായുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ SIR-മായി ബന്ധപ്പെട്ട കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികൾ സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. 1.82 ലക്ഷം കോടി രൂപ റവന്യൂ വരവും 2.4 ലക്ഷം കോടി രൂപ ആകെ ചെലവും പ്രതീക്ഷിക്കുന്ന സംസ്ഥാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. എഫക്റ്റീവ് മൂലധന ചെലവ് 30,961.48 കോടി രൂപ, റവന്യൂ കമ്മി 34,587 കോടി രൂപ, ധനക്കമ്മി 55,420 കോടി രൂപ. റവന്യൂ വരുമാനത്തിൽ 45,889.49 കോടി രൂപയുടെ വർധനവും പ്രതീക്ഷിക്കുന്നു. തനത് നികുതി വരുമാനത്തിൽ 10,271.51 കോടി രൂപയുടെയും നികുതിയേതര വരുമാനത്തിൽ 1,595.05 കോടി രൂപയുടെയും വർധനവ് ലക്ഷ്യമിടുന്നു. സംസ്ഥാന ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ ഇനി പറയുന്നു. അങ്കണവാടി വർക്കർമാരുടെയും ആശാ വർക്കർമാരുടെയും പ്രീ പ്രൈമറി അധ്യാപകരുടെയും സാക്ഷരതാ പ്രേരക്മാരുടെയും പ്രതിമാസ വേതനം 1000 രൂപ ഉയർത്തി. അങ്കണവാടി ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനം 500 രൂപ ഉയർത്തി. സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രതിദിന വേതനത്തിൽ 25 രൂപ വർദ്ധിപ്പിച്ചു. കരാർ ദിവസവേതന ജീവനക്കാരുടെ പ്രതിദിന വേതനത്തിൽ 5% വർധനവ് വരുത്തി. പത്രപ്രവർത്തക പെൻഷൻ പ്രതിമാസം 1500 രൂപ വർദ്ധിപ്പിച്ചു. 12ാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചു. 3 മാസത്തിനകം റിപ്പോർട്ട് വാങ്ങി സമയബന്ധിതമായി നടപ്പാക്കും. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവശേഷിക്കുന്ന DA, DR ഗഡുക്കൾ പൂർണ്ണമായും നൽകും. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം അഷ്വേർഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 മുതൽ നടപ്പാക്കും. അഷ്വേർഡ് പെൻഷനിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുക പരമാവധി പെൻഷൻ ഉറപ്പാക്കും. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സ്മരണ നിലനിർത്താൻ തിരുവനന്തപുരത്ത് VS സെന്റർ സ്ഥാപിക്കുന്നതിന് 20 കോടി അനുവദിച്ചു. അയ്യങ്കാളി പഠന കേന്ദ്രത്തിന് 1.5 കോടി, കാവാരികുളം കണ്ടൻ കുമാരൻ പഠന കേന്ദ്രത്തിന് 1.5 കോടി എന്നിവയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ പ്രചാരണവും വിതരണവും ലക്ഷ്യമിട്ട് മാർക്കറ്റിംഗ് വിതരണ ശൃംഖലയ്ക്ക് 22.27 കോടിയും പ്രഖ്യാപിച്ചു. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്കായി ലൈഫ് സേവർ പദ്ധതിയും തിരുവനന്തപുരം അങ്കമാലി MC റോഡ് വികസനത്തിന് 5217 കോടി രൂപയുടെ കിഫ്ബി പദ്ധതിയും നടപ്പാക്കും. തിരുവനന്തപുരം കാസർഗോഡ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം പദ്ധതി പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി അനുവദിച്ചു. കാർഷിക അനുബന്ധ മേഖലയ്ക്ക് 2071.95 കോടിയും മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് 3720 കോടിയും മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിക്ക് 400 കോടിയും ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി 14,500 കോടിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. കേരളത്തിലെ എല്ലാ പൌരന്മാർക്കും നേറ്റിവിറ്റി കാർഡ് നൽകുന്ന പദ്ധതിക്ക് 20 കോടി അനുവദിച്ചു. പഞ്ചായത്ത് മെമ്പർമാർ, കൌൺസിലർമാർ എന്നിവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുൻ ജനപ്രതിനിധികളുടെ ക്ഷേമത്തിനായി ക്ഷേമനിധി രൂപീകരിക്കും. വിഴിഞ്ഞം തുറമുഖത്തു നിന്നും ചവറയെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന റെയർ എർത്ത് കോറിഡോർ ചവറയിൽ സ്ഥാപിക്കും. ഇതിലൂടെ 42,000 കോടി രൂപയുടെ നിക്ഷേപങ്ങളും 50,000 കോടിയുടെ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും. PPP മാതൃകയിൽ കൊച്ചി ഇൻഫോ പാർക്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മറ്റ് സാങ്കേതിക വിദ്യകളും ചേർന്ന സൈബർ വാലിക്ക് 30 കോടി അനുവദിച്ചു. വർക്ക് നിയർ ഹോം വ്യാപിപ്പിക്കുന്നതിന് 150 കോടിയും ഗോത്രമേഖലകളിലെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിനായി 60 കോടി ചെലവിൽ സ്പെഷ്യൽ എൻറിച്ച്മെന്റ് പദ്ധതിക്ക് 60 കോടിയും ഗിഗ് തൊഴിലാളികൾക്ക് ആധുനിക സൌകര്യങ്ങളോടുകൂടിയ ഗിഗ് ഹബിന് 20 കോടിയും അനുവദിച്ചു. പെട്രോൾ, ഡീസൽ ഓട്ടോറിക്ഷകൾ പൊളിച്ച് ഇലക്ട്രിക് ഓട്ടോകൾ വാങ്ങുന്നവർക്ക് ഒറ്റത്തവണ സ്ക്രാപ്പേജ് ബോണസ് 40,000 രൂപ നൽകും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.